ഇതാണ് കാറ്റിമൂൺ മാവ് കേട്ടോ. കാറ്റിമൂൺ മാവ് കംപ്ലീറ്റ് കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇത് കാറ്റിമൂണാണ് കേട്ടോ. കാറ്റിമൂൺ നന്നായി കായ്ച്ചിട്ടുണ്ട്. കാറ്റിമൂണ് ഇത് നമ്മളെ വളാഞ്ചേരിയുള്ള പാലാറ മാനുക്കാൻ്റെ തോട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ചക്ക പല വെറൈറ്റി ചക്കകളുണ്ട്. ചക്ക വിൽപ്പന ഉണ്ട്. ഞാൻ നമ്പർ കൊടുക്കാം, മാനുക്കാൻ്റെ ആവശ്യക്കാർക്ക് വിളിക്കാം. മാങ്ങ കാറ്റിമൂൺ കണ്ട നിങ്ങൾ? കാറ്റിമൂണാണ്, നല്ല മാങ്ങ. ഇതൊരു വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യം കായ്ക്കും. ഇത് നല്ല മാങ്ങയാണിത് കാറ്റിമൂണ്. ചക്ക ഒരു തോട്ടം തന്നെയാണ് കേട്ടോ. മാനുക്കാട് വന്ന് നോക്കി ചക്ക ഉണ്ട. ഒരുപാട് ചക്കകളുണ്ട്. ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷമായിട്ടുള്ളൂ ഈ പ്ലാവുകളെല്ലാം വെച്ചിട്ട്. ഒരു വർഷം. ഇവിടെ ചക്ക വിൽപ്പന ഉണ്ട്. വിൽപ്പന എന്ന് പറഞ്ഞാൽ കൂടുതൽ അയാൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വരുന്നുണ്ട് ചക്കകൾ. അപ്പോൾ ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനത്തെ ഒരു വിൽപ്പന ഇല്ല. ഈ കമ്പക്കാർ എന്ന് പറയുമ്പോഴേ ഒരുപാടുണ്ട്. തോട്ടം തന്നെ ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം, വീഡിയോസ് മൊത്തം കാണിച്ചു തരാം തോട്ടം. ഇതാണ് വിയറ്റ്നാം സൂപ്പർ ലെയറിൽ ചക്ക. അടിപൊളിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ പാലാറ പ്രതികരണവേദി മാനുവാക്ക എന്ന് പറയും. അയാളുടെ ഒരു ചക്കയുടെ തോട്ടം തന്നെ ഉണ്ട് അയാൾക്ക്. ഒരു ഏക്കറിൽ ചക്ക മാത്രം. കുറച്ച് മാവുകളും നല്ലതായിട്ട് മാവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു കമ്പക്കാരനാണ് ഇയാൾ. ഫുള്ള് മാവ്. വീട്ടിൽ പോയപ്പോൾ വീട്ടിലുണ്ട് ഇതേമാതിരി വെറൈറ്റി മാവുകൾ. ചക്ക ഇതിപ്പോൾ എത്ര വർഷമായി വെച്ചിട്ട്? ഒരു വർഷം അല്ലേ? ഒരു വർഷം. ചക്കച്ച് ഒരു 12 മാസം തയ്ച്ചുമായി. 8-ാം മാസത്തിലെ ചക്ക വിരിഞ്ഞു. ചക്ക പിന്നെ ഇപ്പോൾ ചക്ക വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. 3 മാസം വിളവെടുപ്പ് തുടങ്ങിയിട്ട് തന്നെ. ഇത് റംബുട്ടാൻ E80 എന്ന് പറഞ്ഞത്. ഒരു വർഷമായി. ഒരു വർഷമായി ഉള്ളൂ അല്ലേ? ഒരു വർഷമായി. ഇത് ഈ പ്ലാവിൻ്റെ ഒപ്പം വെച്ചതാണ്. ഒക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. നല്ല വെയിലുള്ള പറമ്പാണ്. വെയിൽ അത്യാവശ്യം നല്ല വെയിലാണ്. കണ്ടാ, ഇത് മൊത്തം ഇളക്കി മറിച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പൈസ ചിലവാക്കിക്കണ്. കംപ്ലീറ്റ് പ്ലാവാണ്. പന്നി ശല്യമുള്ള ഏരിയയാണ്. പക്ഷെ പന്നിയൊന്നും കിടക്കൂല. ഒക്കെ നെറ്റ് കെട്ടിയിട്ട് നല്ല ഭദ്രാക്കി വെച്ചിട്ടുണ്ട്. ഇതാ റംബുട്ടാനാണ്. ഇതാ N80 ഏതാണ്? N18. ഇത് കാറ്റിമൂണാണ് ഈ മാവ്. ഇതും തന്നെ അധികം ആയിട്ടില്ല. ഒരു 1.5 വർഷം. ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷമായിട്ടുള്ളൂ. അത്രയും മാങ്ങുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് മാങ്ങണ്ടാവുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ്. അത്യാവശ്യം മാങ്ങുണ്ട്. അതുമല്ല നല്ല ആദ്യത്തെ 6 മാസം നിറയെ മാങ്ങണ്ടായിരുന്നു. ഈ വർഷം ഇപ്പോൾ കുറവാണ്. എന്നാലും മാങ്ങ ഒരുപാടുണ്ട്. പക്ഷെ ഇത് കാറ്റിമൂൺ നല്ല രസമുള്ള മാങ്ങ കേട്ടോ. നല്ല രസമുള്ള മാങ്ങയാണ്. അത് കംപ്ലീറ്റ് പ്ലാവാണ്. പ്ലാവ്, റംബുട്ടാന്, ചക്ക അങ്ങനെ നന്നായി ഉണ്ടായിട്ടുണ്ട്. നോട്ടം കൊണ്ടു നല്ല നോട്ടാണ്. കൂടുതലായി കഴിഞ്ഞാൽ ചക്ക കട്ട് ചെയ്ത് ഒഴിവാക്കണം. കട്ട് ചെയ്ത് ഒഴിവാക്കിയാലാണ് ചക്ക വലിപ്പം കൂടുതൽ. ആവശ്യത്തിനുള്ള നിർത്താൻ പറ്റുള്ളൂ. ചെറിയ കേട് ഈ ഐറ്റം ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതൊക്കെ കംപ്ലൈന്റ് ആണ്. ഇതൊക്കെ ഒഴിവാക്കാനാണ്. അതുണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ ചുളയൊക്കെ ഉണ്ടാവും. പക്ഷേ ചുള കമ്മിയാവും. പക്ഷെ വളർച്ച മറ്റേ കമ്മി വരും. ഒറ്റൊന്നും 10 കിലോ. ഇത് വലുത് വരും. ഇതിന്റെ വളർച്ചക്ക് അനുസരിച്ചിട്ട് വലിപ്പം വരും. ഇവിടെ ഒരു 7 കിലോ ചക്ക ഈ നെറ്റിൽ ഈ 3 വലിപ്പം. ഇത് 10-7 ഇതുണ്ട്. അരച്ച കൊലയാണ്. വലുത് തന്നെയാണ്. പിന്നെ ഞാൻ 10 കിലോ ചക്ക വേറെയും ചെറിയ പ്ലാവ് കിട്ടിയിട്ടുണ്ട് ആദ്യം. ഈ തോട്ടത്തിൽ വന്നാണ്ടല്ലേ പോവാൻ തോന്നില്ല കേട്ടോ. ചക്കകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അടിയിൽ. കണ്ടങ്ങള് വലിപ്പമുള്ള ചക്കകൾ. ഇത് പഴുത്തിക്കണെന്ന് പറഞ്ഞു. ഇത് പഴുത്തിക്കണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞങ്ങളൊന്ന് ഇവിടെ തന്നെ കഴിച്ച് സാമ്പിൾ നോക്കാം കേട്ടോ. സാമ്പിൾ നോക്കാനൊന്നുമില്ല, ഞാൻ കഴിച്ചു വരികയാണ്. ഞാനൊന്ന് കാറ്റിമൂൺ മാവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പാലാറ പ്രതികരണവേദി മാനുവാക്ക എന്ന് പറയും. വളാഞ്ചേരിയാണ്. മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി തിണ്ടലത്താണ് ഈ സ്ഥലം.
കാറ്റിമൂൺ മാങ്ങ കായ്ച്ചു നിൽക്കുന്നത് കാണിച്ചു തരാം. നല്ലൊരു നാംഡോക്കുമായിൻ്റെ നല്ലൊരു തൈ കേട്ടോ. ഇതൊക്കെ നിരത്ത് വെച്ചാൽ തന്നെ ഈ തരം ഗ്രോത്ത് കിട്ടുള്ളൂ. റമ്മിലൊന്നും ഇത്ര തന്നെ കിട്ടൂല. നാംഡോക്കുമായി ഇത് പ്രാവശ്യം ഫ്ലവർ ഇടേണ്ടതാണ്. പക്ഷെ അത്രയും വെയിൽ ഇവിടെ ഉണ്ട്. പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉറപ്പാണ്.